നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. പിണറായി വിജയന്റെ മകൾ വീണയുടെ കമ്പനി അബുദാബി അക്കൗണ്ടിലേക്ക് ലാവ്ലിനും പ്രൈസ് വാട്ടർ കൂപ്പേഴ്സും പണമൊഴുക്കി എന്ന പുതിയ വാർത്ത കൂടി വരുന്നു. തെളിവ് നൽകിയ ജീവനക്കാരനെ ബാങ്ക് പുറത്താക്കുകയും ചെയ്തു എന്നാണ് പുതിയ വിവരം. മാസപ്പടി കേസിലും ഗൾഫിലും SFIO അന്വേഷണം എത്തിയിട്ടുണ്ട്. ഏതായാലും ഇനി വീണയുടെ കുടുംബാംഗങ്ങൾ പോലും വെട്ടിലാകുമോ എന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്. മാസപ്പടി കേസുമായി ബന്ധമുള്ള ഒരു സ്വകാര്യ കമ്പനിയുടെ അബുദാബിയിലെ ബാങ്ക് അക്കൗണ്ടിലേക്ക് 2016-2019 കാലത്ത് രാജ്യാന്തര കൺസൾട്ടൻസി സ്ഥാപനമായ പ്രൈസ് വാട്ടർ കൂപ്പേഴ്സ്, കനേഡിയൻ കമ്പനിയായ SNC ലാവ്ലിൻ എന്നിവയുടെ അക്കൗണ്ടുകളിൽ നിന്നും പണം എത്തിയതിന്റെ വിവരങ്ങളും ഇപ്പോൾ SFIO കുറ്റപത്രത്തിന്റെ ഭാഗമാണ്. ഇത് സംബന്ധിച്ച വിവരങ്ങൾ SFIOയ്ക്ക് നൽകിയ ജീവനക്കാരനെ അബുദാബിയിലെ ബാങ്ക് പുറത്താക്കി എന്നും നേരത്തെ വാർത്തകൾ വന്നിരുന്നു. അതായത് SFIO അന്വേഷണം ഗൾഫിലേക്കും നീങ്ങിയിട്ടുണ്ട്. ഗൾഫിലുള്ള VVIPയെ ലക്ഷ്യമിടുന്നതാണ് ഈ കുറ്റാരോപണം. നേരത്തെ ഷോൺ ജോർജ് അബുദാബിയിലെ പണമിടപാടുകളെ കുറിച്ചും കനേഡിയൻ സ്ഥാപനത്തെ കുറിച്ചുമെല്ലാം പറഞ്ഞിരുന്നു. SFIO കുറ്റപത്രത്തിലെ കണ്ടെത്തലുകളോട് ഇതുവരെ വീണ വിജയനും മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതികരിച്ചിട്ടുമില്ല. ലാവ്ലിൻ അഴിമതിയാണ് പിണറായിയെ വെട്ടിലാക്കിയത്. ലാവ്ലിൻ അഴിമതിയാണ് പിണറായിയെ വെട്ടിലാക്കിയ ആദ്യ കേസ്. പിന്നീട് കോടതിയിൽ നിന്നും കുറ്റവിമുക്തനായെങ്കിലും ഇപ്പോഴും ഈ കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. ഇതിനിടെയാണ് ലാവ്ലിൻ ആസ്ഥാനമായ കാനഡയിൽ വീണയ്ക്ക് കമ്പനി ഉണ്ടെന്ന വിവരം നേരത്തെ ഷോൺ ജോർജ് ആരോപിച്ചത്. മാസപ്പടി വിവാദത്തിനിടെ എക്സാലോജിക് കമ്പനി വീണ പൂട്ടുകയും ചെയ്തു. ഇതും വലിയ വിവാദത്തിലേക്കാണ് വീണയെ കൊണ്ടുവന്നെത്തിച്ചത്. വീണ ഡയറക്ടറായ എക്സാലോജിക് സൊല്യൂഷൻസ് കമ്പനിക്ക് വിദേശത്തും അക്കൗണ്ട് ഉണ്ടെന്ന ആരോപണവും ഷോൺ ജോർജ് നടത്തിയിരുന്നു. BJP നേതാവ് അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ആണ് ആരോപണവുമായി കോടതിയെയും സമീപിച്ചിട്ടുള്ളത്. കമ്പനിയുടെ വിദേശത്തെ അക്കൗണ്ടിലേക്ക് കോടികൾ എത്തിയെന്നും ഇതിൽ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് ഷോൺ ജോർജ് ഹൈക്കോടതിയിൽ ഉപഹർജിയും നൽകിയിരുന്നു. കേരളത്തിലെ പ്രധാന നേതാവിന്റെ ഗൾഫിലുള്ള കുടുംബാംഗങ്ങൾ പോലും ഇപ്പോൾ സംശയനിഴലിലാണ്. SNC ലാവ്ലിൻ, PwC അടക്കമുള്ള കമ്പനികൾ എക്സാലോജിക്കിന് പണം നൽകിയെന്നും ഷോൺ ആരോപിക്കുന്നു. ഷോൺ ജോർജ് രജിസ്ട്രേഷൻ ഓഫ് കമ്പനീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ എക്സാലോജിക്കിനും CMRLനും കേരള സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷനുമെതിരെയെല്ലാം അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. CMRLുമായി ബന്ധപ്പെട്ട ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് ഉത്തരവിൽ പരാമർശിച്ച PV പിണറായി വിജയനാണെന്നും ഷോൺ ആരോപണം ഉന്നയിച്ചിരുന്നു. ഈ ആരോപണങ്ങളും SFIO കുറ്റപത്രം ശരിവെക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അബുദാബി കൊമേഴ്സ്യൽ ബാങ്ക് എന്ന ധനകാര്യ സ്ഥാപനത്തിൽ മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിലുള്ള എക്സാലോജിക് കൺസൾട്ടിംഗ് മീഡിയ സിറ്റി എന്ന അക്കൗണ്ടിലേക്ക് കരിമണൽ കടത്തുമായി ബന്ധപ്പെട്ട പണം എത്തിയെന്നായിരുന്നു നേരത്തെ ഉയർന്ന പ്രധാനപ്പെട്ട ആരോപണം. SNC ലാവ്ലിൻ, PwC അടക്കമുള്ള കമ്പനികളും ഈ അക്കൗണ്ടിലേക്ക് പണം നൽകി. തനിക്ക് പൂർണ്ണ ബോധ്യമുള്ള കാര്യമാണ് പറയുന്നതെന്നും ആരോപണം തെറ്റാണെങ്കിൽ മുഖ്യമന്ത്രിക്ക് നടപടിയെടുക്കാമെന്നും അന്ന് ഷോൺ ജോർജും പറഞ്ഞിരുന്നു. വിദേശത്തെ അക്കൗണ്ടിലെ പണമിടപാടുകൾ ആദായ നികുതി റിട്ടേൺസിൽ കാണിക്കേണ്ടതുണ്ട്. വീണ ഇൻകം ടാക്സ് റിട്ടേൺസിൽ വിദേശ അക്കൗണ്ട് വിവരങ്ങൾ കാണിച്ചിട്ടില്ലെങ്കിൽ ആദായ നികുതി നിയമപ്രകാരം ഇത് കുറ്റകരമാണ്. ഇത് അന്വേഷണ വിധേയമാക്കണമെന്നും ഷോൺ ജോർജ് നേരത്തെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. CMRL എക്സാലോജിക് ഇടപാടിൽ നിന്നുള്ള വലിയ തുക അബുദാബിയിലെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് നിക്ഷേപിക്കുന്നതെന്നും അവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നതെന്നും ഷോൺ ആരോപിക്കുന്നു. എക്സാലോജിക് കൺസൾട്ടിംഗ് മീഡിയ സിറ്റി UAE എന്ന പേരിലുള്ള അക്കൗണ്ടിലേക്കാണ് പണം പോയിരിക്കുന്നതെന്ന് വിശദീകരിക്കുകയും ചെയ്തു. വീണ, സ്തൈക്കണ്ടിയിൽ M സുനീഷ് എന്നിവരാണ് 2016 മുതൽ 2019 വരെ ഈ അക്കൗണ്ട് കൈകാര്യം ചെയ്തിരുന്നത്. ശരാശരി 10 കോടി രൂപ വരെ ഈ അക്കൗണ്ടിൽ എപ്പോഴും ഉണ്ടായിരുന്നുവെന്നും അന്ന് ഷോൺ പറയുന്നു. SNC ലാവ്ലിൻ, രാജ്യാന്തര കൺസൾട്ടിംഗ് കമ്പനിയായ പ്രൈസ് വാട്ടർ കൂപ്പർ എന്നിവയിൽ എക്സാലോജിക്കിന്റെയും മീഡിയ സിറ്റിയുടെയും അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടുണ്ട്. പ്രൈസ് വാട്ടർ കൂപ്പറുമായുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി M ശിവശങ്കറിന്റെ കാലത്ത് തന്നെ വിവാദമായതാണെന്നും ഷോൺ വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും പിണറായി വിജയനും മകളും സഹായിച്ചവരും എല്ലാം തന്നെ കുരുക്കിലേക്കാണ് എന്നാണ് മനസ്സിലാക്കാനുള്ളത്. തീർച്ചയായും ഈ കേസിൽ അന്വേഷണം വന്നാൽ വീണ ജയിലിനുള്ളിൽ തന്നെയാകുമെന്ന കാര്യത്തിൽ സംശയവും വേണ്ട. ഈ കേസിന്റെ അന്വേഷണം പൂർത്തിയാകുന്നതോടെ വീണ വിജയൻ ജയിലിലേക്ക് തന്നെ എത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട.